സ്വപ്ന പദ്ധതിക്ക് നാളെ കമ്മീഷനിംഗ്. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് പ്രധാനമന്ത്രി എത്തിയത്. വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. റോഷിപാൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ അയിലൂരും നമുക്കൊപ്പം ചേരും. ആദ്യം റോഷിപാലിലേക്ക്. റോഷിപാൽ, ഇപ്പോൾ പ്രധാനമന്ത്രി രാജ്ഭവനിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഊഷ്മളമായ സ്വീകരണമാണ് കേരളം കൊടുത്തത് പ്രധാനമന്ത്രിക്ക് എന്നുള്ളതാണ്. നാളെ സ്വപ്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയാണ്. 11 മണിക്കാണ് സ്വപ്ന പദ്ധതി നാടിന് സമർപ്പിക്കുക പ്രധാനമന്ത്രി. ഒരുക്കങ്ങൾ എവിടം വരെ എത്തി? ഉദ്ഘാടന ചടങ്ങുകൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് റോഷിപാൽ? ഡോക്ടർ അരുൺകുമാർ, കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ്. നാളെ അത് കമ്മീഷൻ ചെയ്യുന്നു, രാജ്യത്തിന് സമർപ്പിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള വലിയ സംഘമാണ് വിമാനത്താവളത്തിൽ വരവേറ്റത്. പിന്നാലെ തന്നെ രാജ്ഭവനിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിച്ചേരുകയും ചെയ്തു. രാവിലെ 11 മണിക്ക് വലിയ ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്നത്. നേരത്തെ തന്നെ എല്ലാം സജ്ജീകരിച്ചു കഴിഞ്ഞു. വലിയ പന്തൽ ഉൾപ്പെടെ സജ്ജീകരിച്ച് അവിടെ എത്തുന്ന അതിഥികൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി വലിയ സുരക്ഷാ വലയത്തിലാണ് നാളെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഈ രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങ്. പ്രത്യേകിച്ച് കശ്മീരിലെ സംഘർഷ സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രിക്ക് രാജ്യത്തെ 3 സേനകളും ചേർന്ന് സുരക്ഷയൊരുക്കുന്നത്. ഇതുവരെ കാണാത്ത സുരക്ഷാ സന്നാഹങ്ങളുണ്ട്. എയർഫോഴ്സിൻ്റെയും ഒപ്പം നേവിയുടെയും അടക്കം വലിയ യുദ്ധക്കപ്പലുകൾ നേരത്തെ തന്നെ വിഴിഞ്ഞം കടലിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അന്തർവാഹിനികൾ അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ. അതിനു പുറമെ എയർഫോഴ്സിൻ്റെ പ്രത്യേക വിമാനങ്ങൾ ഉൾപ്പെടെ വിഴിഞ്ഞത്ത് സുരക്ഷ ഏറ്റെടുത്തുകൊണ്ട് ആ സമയത്ത് ഉദ്ഘാടന ചടങ്ങിൻ്റെ സമയത്തടക്കം ആകാശ നിരീക്ഷണം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയുള്ള വലിയ സുരക്ഷയിലാണ് രാജ്യത്തിന് ഈ വിഴിഞ്ഞം തുറമുഖം സമർപ്പിക്കുന്നത്. ഒരുപക്ഷെ ഏറ്റവും പ്രതീക്ഷയാണ്, രാജ്യത്തിന് പ്രതീക്ഷയാകുന്ന ഒരു പദ്ധതിയാണ് ഈ വിഴിഞ്ഞം തുറമുഖം. ഇതുവഴി വികസന സ്വപ്നങ്ങൾ പൂവണിയുമെന്ന പ്രതീക്ഷ കേരളത്തിനുമുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ കാത്തിരിക്കുന്ന പദ്ധതിയാണ് യാഥാർത്ഥ്യമാകുന്നത്. അരുൺകുമാർ, ഇനി മണിക്കൂറുകൾ മാത്രമാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഈ കമ്മീഷൻ ചടങ്ങിന്. ഓക്കെ റോഷി, ഞാനൊന്ന് സുനിഷ അയിലൂരിലേക്ക് കൂടി പോയി വരാം. സുനിഷ അയിലൂർ ഇപ്പോൾ രാജ്ഭവന് മുന്നിലുണ്ട്. സുനിഷ അയിലൂർ, ഇന്ന് രാജ്ഭവനിലാണ് പ്രധാനമന്ത്രി തങ്ങുന്നത്. നാളെ അവിടെ നിന്നും പോകുന്നത് പാങ്ങോട്ടേക്കായിരിക്കും. പാങ്ങോട്ട് നിന്നും ഹെലികോപ്റ്റർ മാർഗമായിരിക്കും വിഴിഞ്ഞത്തേക്ക് എത്തുക. ഇന്നിപ്പോൾ രാജ്ഭവനിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരൊക്കെ പ്രധാനമന്ത്രിയെ രാജ്ഭവനിലാക്കി മടങ്ങി പോന്നോ? അരുൺ, പ്രധാനമന്ത്രി രാജ്ഭവനിൽ എത്തിക്കഴിഞ്ഞു. ഈ പറഞ്ഞതുപോലെ വിമാനത്താവളം തൊട്ട് രാജ്ഭവൻ വരെ BJP പ്രവർത്തകരുടെ അടക്കം അഭിവാദ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി രാജ്ഭവനിലേക്ക് എത്തിയത് എന്നത് തന്നെയാണ്. വലിയൊരു സുരക്ഷ തന്നെ പല ഭാഗങ്ങളിലായി ഒരുക്കിയിരുന്നു. ഇന്ന് ഉച്ച മുതൽ തന്നെ റോഡ് ഗതാഗതമൊക്കെ ഈ നിയന്ത്രണമൊക്കെ തന്നെയും ഏർപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ അതീവ സുരക്ഷയോടുകൂടി തന്നെ പ്രധാനമന്ത്രി രാജ്ഭവനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ എല്ലാവരും കാത്തിരിക്കുന്നത് പോലെ നാളെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔദ്യോഗികമായി നാടിന് സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. വിവാദങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഈ നാടിന് സമർപ്പിക്കുന്ന അഭിമാന നിമിഷത്തിനായുള്ള കാത്തിരിപ്പ് തന്നെയാണ്. ഏതായാലും ഇന്ന് രാജ്ഭവനിൽ താമസിക്കുന്ന പ്രധാനമന്ത്രി നാളെ രാവിലെ 10:15 പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം വിഴിഞ്ഞത്തേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ്. ആദ്യം അതിന്റെ ഓപ്പറേഷൻ സിസ്റ്റം ഒക്കെ തന്നെയും തുറമുഖത്തെത്തി ഇതൊക്കെ തന്നെയും പരിശോധിച്ച് വിശകലനം ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 11 മണിയോടുകൂടി തന്നെ ബർത്തിലേക്ക് എത്തി ശേഷം 11 മണിക്ക് രാജ്യത്തിന് ഈ തുറമുഖം സമർപ്പിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 11 മണിക്ക് തന്നെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുകയും ചെയ്യും ജനങ്ങളെ. ഏതായാലും എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണ ആളുകൾക്ക് എത്താനായുള്ള എല്ലാ സംവിധാനങ്ങളും ഒരു ഭാഗത്ത് സജ്ജമാക്കിയിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വലിയ രീതിയിൽ തന്നെ ക്രമീകരണങ്ങൾ സജ്ജമായിട്ടുണ്ട്. ഇനി രാവിലെയോടുകൂടി തന്നെ ഇന്ന് ഗവർണർ അർലേക്കർ ഒരുക്കിയിരിക്കുന്ന ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരുപക്ഷെ പ്രധാനമന്ത്രി നാളെ രാവിലെയോടുകൂടി തന്നെ ഈ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുമെന്നുള്ളത് തന്നെയാണ്. ഏതായാലും അരുൺ, റോഷി പറഞ്ഞതുപോലെ തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ തിരുവനന്തപുരത്ത് നിരവധി തവണ ഈ ബോംബ് ഭീഷണി അടക്കമുണ്ടായിരുന്നു. പല ഭാഗങ്ങളിലായി ഓരോ ദിവസവും മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് പല ഭാഗങ്ങളിൽ ബോംബ് ഭീഷണി സന്ദേശം വന്നുകൊണ്ടിരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലടക്കം ഇടവിട്ട് പരിശോധന നടത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. PSG സേന ഉൾപ്പെടെയുള്ളവർ ഏതായാലും പല ഭാഗങ്ങളിൽ വിന്യസിച്ചുകൊണ്ട്
തന്നെയുള്ള ഒരു പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. കടലിൽ പരിശോധന, അങ്ങനെ പല ഭാഗങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും പരിശോധന കർശനമാക്കുന്നു എന്നത് തന്നെയാണ്. പൂർണ്ണമായും പ്രധാനമന്ത്രിക്കുള്ള സുരക്ഷ സജ്ജമാക്കിയിട്ടുണ്ട് തലസ്ഥാനത്ത്. ഏതായാലും നാളെ രാവിലെ 11 മണിയോടുകൂടി തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഒരുപക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാന പദ്ധതി, സ്വപ്ന പദ്ധതി രാജ്യത്തിന് സമർപ്പിക്കുന്നു എന്നതാണ് അരുൺ. സുനിഷ, ഇതിനിടയിൽ പ്രധാനമന്ത്രി രാജ്ഭവനിലേക്ക് വരുന്ന വഴിയിൽ വെള്ളയമ്പലത്ത് വെളിച്ചക്കുറവുണ്ടെന്ന് പറഞ്ഞ് BJPയുടെ ചില പ്രതിഷേധമുണ്ടായെന്നറിയുന്നു. അതെ അരുൺ, നേരത്തെ തന്നെ അതായത് 7:30 പ്രധാനമന്ത്രി വിമാനത്താവളത്തിലേക്ക് എത്തുമെന്നുള്ളതുകൊണ്ട് അതേസമയം തന്നെ രാജ്ഭവൻ ഭാഗത്തൊക്കെ തന്നെ നിയന്ത്രണം വരുന്നതുകൊണ്ട് ഈ വെള്ളയമ്പലം ഭാഗത്തൊക്കെ വലിയ രീതിയിൽ BJP പ്രവർത്തകർ എത്തിയിരുന്നു. അതിനിടയിലാണ് ഈ വെള്ളയമ്പലം ഭാഗത്തുള്ള ലൈറ്റ്, ഒരു തെരുവ് വിളക്ക് കത്തുന്നുണ്ടായിരുന്നില്ല. അതിനെ ചൊല്ലിയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കൂടി അവിടെ ഉണ്ടാകുന്നത്. മനഃപൂർവ്വം ഈ ലൈറ്റിന്റെ സംവിധാനങ്ങൾ തയ്യാറാകാത്തതാണ്, അതുകൊണ്ട് തന്നെ അത് പ്രധാന സുരക്ഷാ വീഴ്ചയായി തന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് BJP പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. പിന്നീട് സുരക്ഷാ സേന എത്തി, പോലീസുകാരെത്തി, പ്രവർത്തകരെ സംയമനം പാലിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു കാഴ്ച കൂടി കണ്ടിരുന്നു. പക്ഷേ ഏറെ നേരം ഇതേ രീതിയിൽ തന്നെ സുരക്ഷാ വീഴ്ചയാണ് എന്ന് ആരോപിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. പിന്നീട് റോഡ് ഫണ്ട് ബോർഡിലേക്കും BJP പ്രതിഷേധ മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി വരുമ്പോൾ വലിയൊരു സുരക്ഷാ സംവിധാനം തന്നെ പല ഭാഗങ്ങളിൽ നിർത്തുമ്പോൾ ഒരു വെളിച്ചമില്ലാത്ത രീതിയിലാണ് തലസ്ഥാനത്ത് പല ഭാഗങ്ങളിലും പ്രധാനമന്ത്രി കടന്നു വരുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള ആരോപണമാണ് BJP പ്രവർത്തകർ പ്രതിഷേധത്തോടുകൂടി അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്.